എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മെയ് 31. ഈ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണിന്ന്. ഞാൻ എൻ്റെ സ്വന്തം ഗ്രാമമായ നിലമ്പൂർ വിട്ട് തിരുവനന്തപുരത്തേക്ക് ആദ്യമായിട്ട് കടന്നു വരുന്ന ദിവസം ഈ മെയ് 31 1996 പൂജപ്പുരയിൽ മാജിക് അക്കാദമി നിലവിൽ വരുന്നത്. ശ്രീ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ നിലമ്പൂരൊക്കെ ഒഴിവാക്കി തിരുവനന്തപുരത്തേക്ക് വരുന്നു. ആ മാജിക് അക്കാദമിയുടെ കീഴിലാണ് ഇപ്പോൾ നിങ്ങളിരിക്കുന്ന ഈ മാജിക് പ്ലാനറ്റ് നിലവിൽ വരുന്നത്. 2014. ഇപ്പോൾ എത്രയോ സ്റ്റാഫ് അല്ലേ, എത്രയോ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. ഡിഫറൻറ്റ് ആർട്സ് സെൻറ്ററിനകത്ത് എത്രയോ കുട്ടികളുണ്ട്. അവരുടെ എല്ലാം ഒരു ആശ്രയ കേന്ദ്രമായിട്ട് ഈ മാജിക് പ്ലാനറ്റ് നിലനിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 2014 ഇത് നിലവിൽ വരുന്നതിന് മുമ്പ് കഴക്കൂട്ടത്ത് കിൻഫ്ര ഫിലിം വീഡിയോ പാർക്കിനകത്തുള്ള ഈ പ്രദേശം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്ന പ്രദേശമായിരുന്നു. വെറും പാറക്കല്ലുകൾ മാത്രമുള്ളൊരു പ്രദേശമായിരുന്നു. ഇവിടെ ആ പാറക്കല്ലുകളെ ഇടിച്ചു പൊളിച്ച് ആ കാട് വെട്ടി ഇങ്ങനൊരു സ്വപ്ന സാമ്രാജ്യം നിർമ്മിക്കണം എന്നാഗ്രഹിച്ചപ്പോൾ പലരും എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ഭ്രാന്താണ് എന്ന് പറഞ്ഞു. അങ്ങനെ ഭ്രാന്താണ് എന്ന് പറഞ്ഞ് ഒരു വലിയ ലോകം കെട്ടിപ്പടുത്ത ഒരു മനുഷ്യനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് ദശരഥ് മാഞ്ചി എന്നാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെക്കുറിച്ചുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഡോക്യുമെൻ്ററികൾ കണ്ടിട്ടുണ്ടായിരിക്കും. ദശരഥ് മാഞ്ചി എന്ന് പറയുന്ന ബീഹാറുകാരനാണ്. ഗയയ്ക്കടുത്ത് ഗഹ്ലോർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലാണ് അദ്ദേഹം ജനിച്ചത്, ഒരു കുഗ്രാമം. അദ്ദേഹം ഒരു കർഷകനായിരുന്നു. പാടത്ത് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ ഭക്ഷണവുമായിട്ട് നടന്നു വരുമ്പോൾ കാല് തെറ്റി വീഴുന്നു, ഒരു ആക്സിഡൻ്റായിട്ട് മാറുന്നു. ഈ ഭാര്യയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ 55 കിലോമീറ്റർ ദൂരം റോഡ് വഴി യാത്ര ചെയ്യണം. കാരണം പട്ടണം 55 കിലോമീറ്റർ അപ്പുറത്താണ്. എന്താ കാര്യം, ഈ ഗ്രാമത്തിനും ആ ആശുപത്രി നിലനിൽക്കുന്ന പട്ടണത്തിനും ഇടയിലൊരു വലിയ മലയുണ്ട്. പാറക്കല്ലുകൾ തള്ളി നിൽക്കുന്ന ഒരു ഉയർന്ന മലയുണ്ട്. അദ്ദേഹം ഈ ഭാര്യയും എടുത്തുകൊണ്ട്, രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഭാര്യയും എടുത്തുകൊണ്ട് ഓടുമ്പോൾ പാതി വഴിയിലെത്തുന്ന സമയത്ത് ഈ ഭാര്യ മരിച്ചു. സംഘർഷം താങ്ങാൻ സാധിക്കാതെ കല്ലുകളെടുത്ത് ഈ മലയ്ക്ക് മുകളിലേക്ക് അദ്ദേഹം എറിഞ്ഞു. പിന്നെ ഒരു ചുറ്റിയെടുത്ത് ആ പാറക്കല്ലുകളെ ഇടിച്ചു പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു. ആളുകൾ മുഴുവൻ പറഞ്ഞു മാഞ്ചിക്ക് ഭ്രാന്താണ് എന്ന് പലരും പറഞ്ഞു. പക്ഷേ നിങ്ങൾ വിശ്വസിക്കില്ല, 22 വർഷം എല്ലാ പ്രഭാതത്തിലും അദ്ദേഹം ഈ ചുറ്റിയെടുത്ത് പോകും, ഈ പാറക്കല്ലുകൾ ഇടിച്ചു പൊളിക്കും. രാത്രി വൈകുന്നത് വരെ അദ്ദേഹം പണിയെടുത്തുകൊണ്ടിരുന്നു. അങ്ങനെ 22 വർഷത്തെ കഠിനാധ്വാനം കൊണ്ട് ആ മലയെ പിളർത്ത് അദ്ദേഹം അതിന് നടുവിലൂടെ 360 അടി നീളവും 30 അടി വീതിയുമുള്ള ഒരു റോഡുണ്ടാക്കി. ആ റോഡിലൂടെ ഇന്ന് ആളുകൾ സുഖമായിട്ട് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ആ റോഡിന് ദശരഥ് മാഞ്ചിയുടെ പേരാണ് ഇട്ടിരിക്കുന്നത്. രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു, സംസ്ഥാനം അദ്ദേഹത്തെ ആദരിച്ചു. അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരം പോലും സ്റ്റേറ്റ് ഓണറോട് കൂടിയിട്ടാണ് നടത്തിയത്. ഈ മാഞ്ചി പറയുന്ന കാര്യം ഇതാണ്, എൻ്റെ ഭാര്യയ്ക്ക് സംഭവിച്ച കാര്യം ഇനി മറ്റൊരാൾക്കും സംഭവിക്കരുത്, അതിനുവേണ്ടി 22 വർഷം ഞാൻ പണിയെടുത്തു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ നമ്മുടെ മനസ്സിലൊരാഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആളുകൾ പലതും പറയും, നമുക്ക് ഭ്രാന്താണെന്ന് പറയും, നമ്മൾ അവഹേളിക്കും. പക്ഷേ നമ്മുടെ ഇച്ഛാശക്തി സ്ട്രോങ് ആണെങ്കിൽ, നമ്മുടെ ലക്ഷ്യബോധം കൃത്യമാണെങ്കിൽ, നമ്മൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക, നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക, ഒരു പക്ഷേ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടില്ല. നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് മരിച്ചു പോയി കഴിഞ്ഞതിന് ശേഷം ഇനി വരാനിരിക്കുന്നൊരു തലമുറയായിരിക്കും ഒരു പക്ഷേ അത് അനുഭവിക്കാൻ അവർക്ക് ഭാഗ്യമുണ്ടാവുക. അതുകൊണ്ട് നമ്മുടെ ലക്ഷ്യം, ആ ലക്ഷ്യത്തിലേക്ക് നടന്നെടുക്കുക, കഠിനാധ്വാനം ചെയ്യുക എന്ന് മാത്രമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ഉറപ്പോട് കൂടിയിട്ട് വേണം ഇന്ന് തുടങ്ങാൻ. ഓക്കെ.